നാടിൻ്റെ വികസനത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള കടുത്തുരുത്തി ടൗൺ റോട്ടറി ക്ലബിൻ്റെ കിരീടത്തിന് ഒരു പൊൻതൂവൽ കൂടി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മയിലാടുംപാറയിലെ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയാണ് റോട്ടറി ക്ലബ്ബ് വീണ്ടും മാതൃകയായത്. വീടിൻ്റെ താക്കോൽ ദാനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം നമ്മൾ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ ഭൂരിപക്ഷം സ്ഥലങ്ങളിൽ കൊടുത്തപ്പോഴും വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ പറ്റാത്ത ഒരു സ്ഥലമായിട്ടാണ് മയിലാടുംപാറ മാറിയത്. പല ശ്രമങ്ങൾ നടത്തിയിട്ട് വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചു, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് നമ്മൾ ഇട്ടുകൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇവിടെ എത്തണമെങ്കിൽ കുറേ സമയം എടുക്കും. ഇവിടെയാണ് വെള്ളം മാനസികപ്പെട്ടെങ്കിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. അപ്പോൾ ഒരുപാട് സഹോദരിമാരടക്കം എൻ്റെ അടുക്കൽ നിവേദനമായിട്ട് വീട്ടിൽ വന്നു, എന്നെ വന്ന് പലയിടത്ത് വെച്ച് കണ്ടു. അങ്ങനെ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വരുന്നത് വരെ കാത്തിരിക്കാം. അതിനുള്ള പൈപ്പ് ലൈനുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വെള്ളം വരുമ്പോൾ വരട്ടെ. അപ്പൊ നമുക്ക് ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ രണ്ട് വെള്ളം കിട്ടും. അപ്പൊ ഇപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ കടുത്തുരുത്തി മുട്ടിയറപ്പള്ളി സ്ഥലം തന്നു. ആ സ്ഥലത്ത് പാലകരയിൽ നമ്മൾ കുളം ഉണ്ടാക്കി. ആ കുളത്തിൽ സുലഭമായിട്ട് വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നാളെ ഇല്ലാതെ പോയാലും നമുക്ക് കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് കേണൽ സൈമൺ PJ അധ്യക്ഷത വഹിച്ചു. ഈ വർഷം ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു സഹായധനം നമുക്ക് ചെയ്യണം. അപ്പോൾ ആലോചിച്ചപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ആളെ ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്തു. സാലി മൂലിക്കാട്ടിനെ ഐഡന്റിഫൈ ചെയ്തു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത 3 സെന്റ് സ്ഥലമുള്ള പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങൾക്ക് വീട് വച്ചു നൽകുന്ന പദ്ധതി പുരോഗമിക്കുകയാണെന്ന് ചടങ്ങിൽ ആശംസ അറിയിച്ച റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ടെസി കുര്യൻ അഭിപ്രായപ്പെട്ടു. ഇന്നിവിടെ എത്തിച്ചേർന്ന MLAയ്ക്കും ഈ വെഞ്ചരിപ്പ് കർമ്മം നടത്താൻ തന്ന അച്ഛനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും റോട്ടറിയുടെ സേവന പാതകൾ തുറന്നു തന്നെ കിടപ്പുണ്ട് എന്ന് ഓർപ്പിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒന്ന് ഓർക്കുക, ആർക്കെങ്കിലും വീടില്ല എങ്കിൽ 3.5 സെന്റ് സ്ഥലമെങ്കിലും അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അവിടെ ഒരു വീടും ഇല്ല. മറ്റ് സാമ്പത്തിക അങ്ങനെയുള്ള ലൈഫ് മിഷൻ പരിപാടിയിലൊന്നും അംഗമല്ലാത്തവർക്കാണെങ്കിലും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാൻ റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ചീഫ് അഡ്വൈസർ ഡോക്ടർ ജോർജ് മൂലയിൽ, സെക്രട്ടറി റൊട്ടേറിയൻ ബേബി MU തുടങ്ങിയവർ താക്കോൽ ദാന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിഷൻ ന്യൂസ്, വൈക്കം.